നാഗാലാൻഡിലെ മിഷൻ പ്രവർത്തനങ്ങളുടെ അനുഭവവും ജാലൂക്കി പട്ടണത്തിലെ ചെറുപ്പക്കാരുടെ ആവേശവുമായി മാറിയ ഒരു യുവമുന്നേറ്റത്തിന്റെ കഥയും ഫാദർ ഫ്രാൻസിസ് ചീരങ്കൽ പങ്കുവയ്ക്കുന്നു. ജാലൂക്കിയുടെ ജാലകങ്ങൾ. കോതമംഗലം രൂപതയുടെ മാലിപ്പാറ സ്വദേശിയായ ഞാൻ നാഗാലാൻഡിലെ കോഹിമ രൂപതയ്ക്കു വേണ്ടി വൈദികനായി 26 വർഷമായി അവിടെ മിഷണറിയായി പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകൾ നാഗാലാൻഡിൻ്റെ കിഴക്കേ അതിർത്തിയിലുള്ള ഷാമത്തൂർ എന്ന കുഗ്രാമത്തിലായിരുന്നു. 2017 പകുതി മുതൽ ജാലൂക്കി നഗരത്തിലെ സെന്റ് സേവേഴ്സ് കോളേജിൻ്റെ പ്രിൻസിപ്പലായി സേവനം ചെയ്യുന്നു. കോഹിമ രൂപതയിലെ ഷാമത്തൂർ പോലെയുള്ള ഗ്രാമങ്ങളിലും മറ്റുമായി ദീർഘനാളത്തെ മിഷൻ അനുഭവങ്ങൾ നിരവധിയുണ്ടെങ്കിലും പ്രിൻസിപ്പൽ ആയതിനു ശേഷമുള്ള ജാലൂക്കിയിലെ ക്യാമ്പസ് മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളാണിവിടെ പങ്കുവയ്ക്കുന്നത്. കോളേജിൽ ആരംഭിച്ച സേവിയർ റൈറ്റ് എന്ന ക്യാമ്പസ് മിനിസ്ട്രി രൂപം കൊണ്ടിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂവെങ്കിലും കോളേജിനു പുറത്തും ദേവാലയത്തിലും പൊതുസമൂഹത്തിലും ജാലൂക്കി ടൗണിന് പുറത്തുമൊക്കെ വളരെ സുപരിചിതമായ ഒരു മിനിസ്ട്രിയായി ഇത് മാറിയിരിക്കുകയാണ്. പ്രിൻസിപ്പലായി നിയമിതനായതിനു ശേഷം കോളേജിലെ ഔദ്യോഗിക കടമകൾ നിർവഹിക്കുന്നതിനോടൊപ്പം അവിടുത്തെ കത്തോലിക്കരായ ആളുകളുടെ ജീവിതത്തിലും വേണ്ടവിധം ശ്രദ്ധ ചെലുത്താൻ ഞാൻ പരിശ്രമിക്കുകയായിരുന്നു. കോളേജിൽ വളരെ ചുരുക്കം കത്തോലിക്ക വിദ്യാർത്ഥികളെ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ആത്മാർത്ഥമായി പറയട്ടെ, അവരുടെ ഇടയിൽ ഒരു ഇടയനടുത്ത ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ട രീതിയിൽ പറ്റാതെ ഞാൻ ആശയക്കുഴപ്പത്തിലായി. കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങൾ ദിവസേനയുള്ള ദിവ്യബലിയിൽ മാത്രമായി ഒതുങ്ങിപ്പോയിരുന്നു. അതാകട്ടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന അക്കത്തോലിക്കരായ വിദ്യാർത്ഥികളായിരുന്നു ദിവ്യബലിയിൽ ഭൂരിഭാഗവും. പതിയെയാണെങ്കിൽ കൂടി ആഴ്ചതോറുമുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പുകളും എല്ലാ മാസത്തിലുമുള്ള കുമ്പസാരവും ഗ്രാമങ്ങളിലേക്കുള്ള സന്ദർശനവും പരിശുദ്ധ കുർബാനയുടെ ആരാധനയും മറ്റുമൊക്കെയായി ഞങ്ങൾ തുടക്കമിട്ടു. ദൈവാനുഗ്രഹമെന്ന് പറയട്ടെ, പ്രവർത്തനങ്ങളിലെല്ലാം പടിപടിയായി മനോഹരമായ ഒരു വളർച്ച കണ്ടു തുടങ്ങുകയും ഞങ്ങൾക്കത് അനുഭവപ്പെടുകയും ചെയ്തു. സാധാരണ മിനിസ്ട്രി പ്രവർത്തനങ്ങൾക്കുപരി പ്രാർത്ഥനാ ഗ്രൂപ്പുകളും ട്രെയിനിങ് പരിപാടികളും വിദ്യാർത്ഥികളുടെ കുടുംബങ്ങളിൽ വച്ചുള്ള ജപമാല പ്രാർത്ഥനയും ധ്യാനങ്ങളും ഞായറാഴ്ച തോറുമുള്ള ഗ്രാമ സന്ദർശനങ്ങളും മറ്റു വിദ്യാർത്ഥികളെ സഹായിക്കലുമൊക്കെയായി ഞങ്ങളുടെ ക്യാമ്പസ് മിനിസ്ട്രി പടർന്നു പന്തലിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഏകദേശം 40ഓളം വിദ്യാർത്ഥികൾ ക്യാമ്പസ് മിനിസ്ട്രിയുടെ അംഗങ്ങളാണ്. അവയിലെല്ലാവരും തന്നെ എല്ലാവിധ പരിപാടികളിലും ഊർജ്ജസ്വലതയോടുകൂടെ പങ്കെടുക്കാറുമുണ്ട്. ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ പരിപാടികളിലെല്ലാം ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് എത്ര മനോഹരമാണെന്ന് ഞാൻ ഓർക്കുകയാണ്. പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നും അനന്തമായ സാധ്യതകളിലേക്ക് വാതിൽ തുറക്കുവാൻ ദൈവാനുഗ്രഹത്താൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു. വളരെയധികം പ്രചോദനങ്ങൾ നിറഞ്ഞ ആശയങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നായി ഇന്ന് ഈ കൂട്ടായ്മ മാറിയിരിക്കുകയാണ്. എല്ലാം സാധിച്ചു തരുന്ന കാരുണ്യവാനായ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ അത്ഭുതകരമായ ഒരു യാത്രയായി മാറിയിരിക്കുകയാണ് സേവിയറേറ്റ് ക്യാമ്പസ് മിനിസ്ട്രി ഇന്ന്. ഇവിടെ നടക്കുന്ന പല സമകാലിക പരിപാടികളും അതിന് സാക്ഷ്യമാണ്. വില്ലേജ് റീച്ച് ഔട്ട് പ്രോഗ്രാമുകൾ. സോങ്ലൂർ എന്ന ഗ്രാമത്തിൽ കുക്കി ഗോത്രത്തിൽപ്പെട്ട 52 കത്തോലിക്ക കുടുംബങ്ങളെ ഒരുമിച്ചുകൂട്ടി ഈ ചെറുപ്പക്കാർ 3 ദിവസങ്ങളിലായി മനോഹരമായ പ്രോഗ്രാമുകൾ നടത്തി. 2005 മുതൽ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചുള്ള ഒരു ജീവിത പശ്ചാത്തലമാണ് കുക്കി ഗോത്രത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഏറെ പിന്തുണയും പ്രോത്സാഹനവുമൊക്കെ ഇവർക്ക് ആവശ്യമുണ്ട്. ഈ സമൂഹത്തിലുള്ളവരെ സന്ദർശിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും പങ്കുവയ്ക്കുന്നതിനുമൊക്കെ ചെറുപ്പക്കാർ പല ദിവസങ്ങൾ അവിടെ ചിലവഴിച്ചു. പ്രധാനമായും ലാളിത്യമാർന്ന ശൈലിയിലൂടെ ജീവിക്കുവാനും വിശ്വാസം പങ്കുവയ്ക്കുവാനുമാണ് അനുദിനം അവർ അവരെ പഠിപ്പിച്ചത്. മരിയൻ വീക്ക്. വിശ്വാസ ജീവിതം പലപ്പോഴും ഒരു പരീക്ഷണ വിധേയമായ ജീവിത ശൈലിയാണല്ലോ. ഇവിടെയുള്ള കത്തോലിക്ക കുടുംബങ്ങൾ സന്ദർശിക്കുവാനായി നല്ല ചുറുചുറുക്കും ആവേശവുമുള്ള ഈ ചെറുപ്പക്കാർ പരിശ്രമിച്ചതാണ് ഏറെ സന്തോഷപ്രദമായ ഒരു കാര്യം.
അത്തരം പരിശ്രമങ്ങളുടെ ഫലമായാണ് മരീൻ വീക്ക് അവർ സംഘടിപ്പിച്ചത്. സെപ്റ്റംബർ 1 മുതൽ 7 വരെ ഇടവകയിലെ വിവിധ സമുദായങ്ങളിലും പ്രദേശങ്ങളിലും അവർ ജപമാല പ്രാർത്ഥനയുടെ ഒരു പരമ്പര തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി. സെപ്റ്റംബർ 8 ഇടവകയിലെ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആഘോഷപൂർവമായ ഒരു ജപമാല റാലി സംഘടിപ്പിക്കുകയും ചെയ്തു. കൂടാതെ മരിയൻ പ്രഭാഷണങ്ങൾ, ക്വിസ് മത്സരം, ഗാനാലാപനം എന്നീ മത്സര പരിപാടികളിലൂടെ ആളുകളുടെ പങ്കാളിത്തവും അവർ ഉറപ്പാക്കി. തികഞ്ഞ അച്ചടക്കവും ഭക്തി നിർഭരവും ആഘോഷപൂർവമായും മെഴുകുതിരി കത്തിച്ചു പിടിച്ചുകൊണ്ട് നടത്തിയ ജപമാല റാലി അവരുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഒരു പ്രകടനവുമായിരുന്നു. കാരം ഫെസ്റ്റ്. ഓരോ ഗോത്രവർഗക്കാർക്കും അവരുടെ ഉത്സവങ്ങൾ അതീവ പ്രിയങ്കരമാണ്. തങ്ങളുടെ പുരാതനമായ ആചാരങ്ങളും പാരമ്പര്യങ്ങളും മൂല്യങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്ന തങ്ങളുടെ ഈ കാരം ഫെസ്റ്റ് ആഘോഷിക്കുന്നതിനായി ക്യാമ്പസ് ചെറുപ്പക്കാർ അവരുടെ കൂടെ ഒത്തുചേർന്നപ്പോൾ ജാലൂക്കിയുടെ ആദിവാസി സമൂഹത്തിന് അത് ആവേശത്തിൻ്റെയും പുനരുജ്ജീവനത്തിൻ്റെയും സമയമായി. 150ഓളം വരുന്ന ആളുകൾ 40 വർഷങ്ങളിലേറെയായി ജോലി തേടി എത്തിയതാണ് ഈ ജാലൂക്കി പ്രദേശത്ത്. തങ്ങളുടെ ഒരുമയുടെ ആഘോഷമായിട്ടാണ് പലപ്പോഴും ഈ വിഭാഗങ്ങൾ അവരുടെ എല്ലാ ഉത്സവങ്ങളെയും കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സജീവവും ആകർഷകവുമായിരുന്നു ഉത്സവങ്ങളെല്ലാം. മിഷൻ വാക്ക്. മിഷണറിമാരുടെ പ്രവർത്തനങ്ങളായിരുന്നു ഈ സമൂഹത്തിൻ്റെ പുരോഗമന ജീവിതത്തിൻ്റെ മാർഗരേഖയായി കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അരനൂറ്റാണ്ടിലേറെ ചരിത്രമുള്ള ഒരു കത്തോലിക്ക ജീവിത പശ്ചാത്തലവും ജാലൂക്കിക്കുണ്ട്. ഒക്ടോബർ മാസത്തിൽ 100ലധികം ചെറുപ്പക്കാർ ആ പ്രദേശത്ത് ഒരുമിച്ച് കൂടുന്ന ഒരു പ്രാർത്ഥനാ സമൂഹത്തിലേക്ക് 6 മണിക്കൂറോളം നടന്നെത്തുമായിരുന്നു. ഇതിൽ നിന്ന് തന്നെ ഒരു മിഷണറി പ്രവർത്തനത്തിൻ്റെ ശക്തിയും ചൈതന്യവും ഒപ്പം സാക്ഷ്യ ജീവിതത്തിൻ്റെ തീഷ്ണതയുമൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓൺലൈൻ ആരാധന. കോവിഡ് കാലഘട്ടം ഒരുവിധത്തിൽ പറഞ്ഞാൽ പ്രയാസങ്ങളുടെ കാലമായിരുന്നെങ്കിലും മറുവശത്ത് പുതിയ കാര്യങ്ങൾ ക്രിയാത്മകമായി തുടങ്ങുവാനത് കാരണമായി. ഈ ക്യാമ്പസ് മിനിസ്ട്രിയിലെ ചെറുപ്പക്കാർ ഓൺലൈനിൽ ആളുകളെ ഒരുമിച്ചുകൂട്ടി പ്രോഗ്രാമും പ്രാർത്ഥനയുമൊക്കെ നടത്തുന്നത് പുത്തൻ ഉണർവിന് കാരണമായി. നാഗാലാൻഡിലെ പല ഭാഗങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നു പോലും ആളുകൾ ഓൺലൈനിൽ പ്രോഗ്രാമിന് വന്നുകൊണ്ടിരുന്നു. 2005 ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ 7 വിദ്യാർത്ഥികളാണ് പഠിക്കാനുണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ BA ഡിഗ്രി പഠനത്തിനായി 350-ൽ പരം വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ളത്. പല അർത്ഥത്തിൽ കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ ശ്ലാഘനീയമാണ്. ഇവിടെ വരുന്നവർക്കായി തങ്ങളുടെ വിശ്വാസ ജീവിതം പങ്കുവയ്ക്കാനും ആഘോഷിക്കുവാനുമായി ഇവരുടെ ക്യാമ്പസിന് ഒരു കൊച്ചു ചാപ്പലുണ്ടാകുക എന്നത് ഇപ്പോൾ ഈ ചെറുപ്പക്കാരുടെ ഒരു സ്വപ്നം. ക്യാമ്പസ് മിനിസ്ട്രിയുടെ ഈ കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങളിൽ പോലും ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യവും ഇടപെടലുകളും അനുഭവിച്ചിട്ടുണ്ട്. വിശ്വാസ ജീവിതത്തിൻ്റെ പുതിയ പുതിയ ഘട്ടങ്ങളിലേക്ക് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനും അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുമായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവത്തിൽ അർപ്പിക്കുന്നു. എല്ലാത്തിനെയും ശക്തിപ്പെടുത്തുന്ന നല്ലവനായ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു.